ഹലോ എവരിവൺ, ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു I+ ട്രെയിനിങ് സൊല്യൂഷൻസ്. ഡൽഹി പോലീസിൻ്റെ എക്സാമിനേഷൻ്റെ പാറ്റേണുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, തന്നിരിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, വളരെ ചെറിയ സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് പാറ്റേണിലേക്കും കൂടുതൽ ടോപ്പിക്കിലേക്കും പോകുന്ന മെത്തേഡ് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞു, പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി അനലൈസ് ചെയ്ത് വേണം പഠിക്കാൻ എന്നുള്ളത്. അതായത് 50 ചോദ്യങ്ങളാണ് നമുക്ക് GK യിൽ നിന്ന് വരുന്നത്. 50 ചോദ്യങ്ങൾ GK യിൽ നിന്ന്. ഇനി നമുക്ക് മാത്സിൽ നിന്ന് 15 ചോദ്യങ്ങളാണ് മാത്സിൽ നിന്ന് വരുന്നത്. ആൻഡ് നമ്മളുടെ റീസണിങ്ങിൽ നിന്ന് നമുക്ക് വരുന്നത് 25 ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്നുമായിരിക്കും നമുക്ക് വരുന്നത്. ഇതാണ് നമ്മളുടെ പാറ്റേൺ, ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ 50 ചോദ്യങ്ങൾ, 15 ചോദ്യങ്ങൾ, 25, മൊത്തം 100 ചോദ്യങ്ങൾ 90 മിനിറ്റുകളായിരിക്കും നമുക്കുണ്ടാവുന്നത്. ഇതിൽ നമ്മൾ വളരെ ഷോർട്ട് കട്ട് മെത്തേഡുകളിലൂടെ എളുപ്പത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ആൻസർ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്തത് എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചോദ്യ പാറ്റേൺ വരുന്നത് എന്നുള്ളത്. എ ട്രെയിൻ ട്രാവൽസ് 180 കിലോമീറ്റർ ഇൻ 3 hours. വാട്ട് ഈസ് ഇറ്റ് സ്പീഡ്സ് ഇൻ കിലോമീറ്റർ പെർ അവർ? നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യ പാറ്റേൺ ആണ് ഈ പറയുന്ന ട്രെയിനിൻ്റെ സ്പീഡ്, ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായി കുട്ടിക്കാലം മുതലേ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. ഡൽഹി പോലീസിൻ്റെ എല്ലാ തവണത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നൊരു ചോദ്യമാണ്. നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്. ഒന്നുമില്ല, അതായത് ഞാൻ ഇവിടെ നിന്ന് എറണാകുളം വരെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് എറണാകുളം വരെ 100 കിലോമീറ്ററാണ്. ഇവിടെ നിന്ന് എറണാകുളം വരെ 100 കിലോമീറ്ററാണ് ദൂരം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയാണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കിലോമീറ്ററാണ് നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആണല്ലോ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 കിലോമീറ്ററാണ്. ഇനി എത്ര സ്പീഡിൽ ആണ് ഞാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര സ്പീഡിലാണ് ഞാൻ പോകുന്നത് എന്നുള്ളത്. ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ എറണാകുളത്തെത്തി എന്ന് വിചാരിക്കാം. ഒരു മണിക്കൂർ, ഞാൻ എൻ്റെ ബൈക്കിൽ 1 മണിക്കൂർ കൊണ്ടാണ് എറണാകുളത്ത് എത്തിയത് എങ്കിൽ എത്ര കിലോമീറ്റർ സ്പീഡിലായിരിക്കും ഞാൻ പോകുന്നത്? ഒന്നുമില്ല, 100 നമ്മളുടെ ദൂരം. 1 മണിക്കൂറും കൊണ്ടാണെങ്കിൽ ഡിവൈഡഡ് ബൈ 1. അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, D/T. നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിക്കുന്ന ഒരു പാറ്റേൺ ആണ് സ്പീഡ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബൈ ടൈം, എത്ര ദൂരം എത്ര സമയം കൊണ്ട് പോയി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കിട്ടും. അതായത് 100 കിലോമീറ്റർ പെർ അവറിലാണ് എന്ത് പോയിരിക്കുന്നത്, ഈ പറയുന്ന നമ്മളുടെ വാഹനം പോയിരിക്കുന്നത് 100 കിലോമീറ്റർ പെർ അവറിലാണ് നമ്മൾ ഈ വാഹനം പോയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പാറ്റേൺ. അപ്പം 100/1 എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ച് നമ്മൾ 100 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റി. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കിട്ടി. ഇതാണ് നമ്മളുടെ കോൺസെപ്റ്റ്. വേണമെങ്കിൽ ദാസി നിങ്ങൾ 2 മണിക്കൂർ കൊണ്ടാണ് യാത്ര ചെയ്തത് എന്ന് വിചാരിക്കും. ഞാൻ എറണാകുളം വരെ എത്താൻ 100 കിലോമീറ്റർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എറണാകുളത്തെത്താൻ 2 മണിക്കൂർ കൊണ്ടാണ് ഞാൻ എറണാകുളത്ത് എത്തിയത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക സ്പീഡ് എത്രയാണ് എന്നുള്ളത്. അപ്പം 100/2 എന്ന് പറയുന്നത് എത്രയാണ്? 50 കിലോമീറ്റർ പെർ അവറിലായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത്. സോ 50 കിലോമീറ്റർ പെർ അവറിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് 50 കിലോമീറ്റർ ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന പാറ്റേണിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് കോൺസെപ്റ്റുമാണ്. ഇനി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം, ടൈം കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. ഏതും ഈ ഒറ്റ പാറ്റേണിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഒറ്റ പാറ്റേൺ പഠിച്ചു വെച്ചാൽ മതി. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എന്നുള്ള കാര്യം ഓർക്കാൻ മതി. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ട്രെയിൻ ട്രാവൽസ് 180 കിലോമീറ്റർ ഇൻ 3 hours. ഒരു ട്രെയിൻ എത്ര കിലോമീറ്ററാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 180 കിലോമീറ്റർ ആണ്. 180 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ഈ 180 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിൻ, 180 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത ട്രെയിൻ എത്ര മണിക്കൂർ കൊണ്ടാണ്? 3 മണിക്കൂർ കൊണ്ടാണ് യാത്ര ചെയ്തത്. 3 മണിക്കൂർ കൊണ്ടാണ്
യാത്ര ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ എറണാകുളം പോയത് കണ്ടുപിടിച്ചു. അതേ പാറ്റേൺ തന്നെയല്ലേ ഞാൻ എഴുതിയിട്ടേക്ക് നോക്ക്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 180 കിലോമീറ്റർ ആണ്. സമയം 3 മണിക്കൂറാണ്. സ്പീഡാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ടൈം 180/3. 180/3 എങ്ങനെ കണ്ടുപിടിക്കും? 3ഉം 0 ഞാൻ അവിടെ മാറ്റി നിർത്തി. തൽക്കാലം അവിടെ കിടക്കട്ടെ. 3ഉം 18 തമ്മിലുള്ള ബന്ധം എന്താ? 3ഉം 18 തമ്മിലുള്ള ബന്ധം 6ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 6 × 3 അല്ലേ? സോ 6 മാറ്റിയിട്ട 0 ഞാൻ അവിടെ വെച്ചു. 60 km/h ആയിരിക്കും ആൻസർ. വാട്ട് ഈസ് ദ സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 km/h ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആ കോൺസെപ്റ്റിലേക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ്. ഇനി ചിലപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്നത് ട്രെയിൻ ട്രാവൽസ് 180 km in 3 hours, വാട്ട് ഈസ് ദ സ്പീഡ് ഇൻ km/h ആയിരിക്കും. നമ്മളോട് ചിലപ്പോൾ ഒരു m/s കണ്ടുപിടിക്കാൻ പറയും. അതായത് m/s എങ്ങനെയാണ് ഈ ഉത്തരം വരുന്നത് എന്നുള്ളത്. നമ്മൾ km/h m/s ആക്കാൻ വേണ്ടി km/h ആക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? km/h 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ m/s കിട്ടും. m/s. ഇനി m/s നമുക്ക് ഉത്തരം കിട്ടുന്നത് വെച്ചു. m/s ഉത്തരം കിട്ടുന്നത്. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് km/h കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുക. m/s km/h കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുക. സോ m/s km/h ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 18/5 അതായത് 18/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തായി. ഓർത്തിരിക്കാൻ എളുപ്പ വഴിയാണ്. 18 ആണോ 5 ആണോ വലുത്? 18 വലുത് ആണല്ലോ. 18 വലുത്. ഞാൻ നമ്പേഴ്സ് മാത്രമായിട്ട് പറയുകയാണെ 18 വലുത്. കിലോമീറ്റർ ആണോ മീറ്റർ ആണോ വലുത്? കിലോമീറ്റർ ആണ് വലുത്. മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ഇത്രയാണത്തുള്ളൂ. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയാണ്. അപ്പം കിലോമീറ്റർ ആക്കാനാണെങ്കിൽ 18 ഇവിടെ വരാം. 18/5 എന്ന് പറയുന്നത്. ഇനി മീറ്റർ ആക്കാനാണെങ്കിൽ മീറ്റർ ചെറുതാണല്ലോ. സോ 5/18 ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ m/s ആവും. അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന പാറ്റേൺ 60 km/h ആണ്. 60 km/h ആണ് നമുക്ക് ഉത്തരം കിട്ടിയത്. ഈ 60 km/h നമ്മൾ എങ്ങനെയാണ് m/s കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. 60 km/h m/s കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു മീറ്റർ എന്ന് പറഞ്ഞാൽ ചെറുതാണ് എന്നുള്ള കാര്യം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ഉത്തരം കിട്ടും എന്ന് പറഞ്ഞു. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. നമുക്ക് നോക്കാം. സി 60നെയും 18നെയും മുകളിലും താഴെയും ഒരേ രീതിയിൽ ഇരട്ട സംഖ്യകൾ വന്നേക്കാണ് ആണല്ലോ. എന്താണ് പ്രത്യേകത? 2 കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. 2 കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വെട്ടാം. മുകളിലും താഴെയും ഇരട്ട സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ 2 കൊണ്ട് വെട്ടാം ആണല്ലോ. മുകളിലും താഴെയും 0 ഓ 5 വന്നു കഴിഞ്ഞാൽ 5 കൊണ്ട് വെട്ടാം. പക്ഷെ ഇവിടെ 5 ആണോ വന്നേ? അല്ല. ഇവിടെ 0 ഉണ്ട്, പക്ഷെ ഇവിടെ 5 വന്നു ഇല്ല. 5 വരാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? 5 കൊണ്ട് വെട്ടാൻ സാധിക്കില്ല. ഇനി 3ന്റെ മൾട്ടിപ്പിളുകളാണെങ്കിൽ 3 കൊണ്ടും വെട്ടാൻ സാധിക്കും. 3ന്റെ മൾട്ടിപ്പിളുകളാണെങ്കിൽ 3 കൊണ്ടും നമുക്ക് വെട്ടാൻ സാധിക്കും. അതായത് 18 എന്ന് പറഞ്ഞാൽ 6 × 3 ആണ് 18 ആണല്ലോ. 6 × 3 ആണ് 18 എന്ന് പറയുന്നത്. ഇനി ഇവിടെയോ? ഇവിടെ നമുക്ക് 3 കൊണ്ട് ഇവിടെയും വെട്ടാൻ പറ്റും. അതായത് 60നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത്? 20 കിട്ടും ആണല്ലോ. 60നെ 3 കൊണ്ട് ഹരിച്ചാൽ 20. ഇവിടെ എത്ര ആവും? 3 6 ആവും ആണല്ലോ. സോ 20 6 ഡീലായി. ഇനി നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും 20 × 5 എന്ന് പറയുന്നത് 100 ആവും. 100/6 ചെയ്ത് കഴിഞ്ഞാൽ m/s ആവും. ഇങ്ങനെയും എളുപ്പത്തിൽ ഈ പറയുന്ന m/s കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ m/s കൺവേർട്ട് ചെയ്യാൻ നമുക്ക് 5/18 ആണ്. ഇനി 18/5 ചെയ്ത് കഴിഞ്ഞാൽ m/s എന്ത് ചെയ്യാൻ പറ്റും? km/h കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഏത് പാറ്റേണിലേക്കും കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് എളുപ്പവഴി. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ചോദ്യം 45 into 16 minus 6 divided by 5. ഇതാണ് ചോദ്യം. 45 into 16 minus 6 divided by 5. പ്രഥമ ദൃഷ്ടിയാൽ കാണുമ്പോൾ സിമ്പിളായ ഒരു ചോദ്യമായി നമുക്ക് ഫീൽ ചെയ്യും. ഇതിപ്പോൾ എന്താ നമ്മൾ കുട്ടിക്കാലം മുതലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ എന്നുള്ളത്. 10ാം ക്ലാസ് നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം അത്രയൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷേ ഇതിലൊരു ചതിയുണ്ട്. ഈ ചോദ്യത്തിലൊരു ചതിയുണ്ട്. അതായത് ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ഈ കണക്കൊക്കെ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുകയാണ്. അതായത് 45 into 16 minus 6 10 divided by 5 എന്ന് ചെയ്യാം. 450 divided by 5 450 divided by 5 5 9ന്റെ മൾട്ടിപ്പിൾ ആണ് 45 90. സി ഇങ്ങനെ ഞാൻ പാറ്റേൺ ചെയ്തു. ഇങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ഇവിടെ എന്താ വിഷയം? ഈ സാധനത്തിൽ ഉണ്ടായ പാറ്റേൺ ഞാനിവിടെ ബോഡ് മാസ് എന്ന് പറയുന്ന റൂള് ഫോളോ ചെയ്തു എന്നുള്ളതാണ് വിഷയം. ബോഡ് മാസ് എന്ന് പറയുന്ന റൂള് ഫോളോ ചെയ്തില്ല. ബോഡ് മാസ് എന്ന് പറയുന്ന റൂള് ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം തെറ്റിയേക്കാം. ഇവിടെ ഇപ്പം നമുക്ക് ഉത്തരം കറക്റ്റായി കിട്ടി. 90 എന്നുള്ളത് ബോഡ് മാസ് എന്ന് പറയുന്ന റൂള് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പാറ്റേൺ. കാരണം ചില ക്വസ്റ്റ്യനുകളിൽ അവിടെ മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട്. എന്താണ് ബോഡ് മാസ് എന്ന് പറയുന്നത്? ബോഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ബോഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ എന്നുള്ളതാണ് ആദ്യത്തെ പാറ്റേൺ. നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചൊരു പാറ്റേൺ ആണ് ബോഡ് മാസ് എന്ന് പറയുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ബോഡ് മാസിന്റെ പ്രധാനപ്പെട്ട പാറ്റേൺ ആണ് ബ്രാക്കറ്റ് ഓപ്പൺ. അതായത് ബ്രാക്കറ്റിനകത്ത് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ, ബ്രാക്കറ്റിനകത്ത് ചോദ്യം കിടപ്പുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ആദ്യം ചെയ്തത്. സോ 16 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 10 ആണ് എന്നുള്ള കാര്യം കിട്ടും. 10 16 മൈനസ് 6 10 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോഡ് മാസിന്റെ ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. പിന്നെ നമ്മൾ ഡിവിഷനെ ചെയ്യാവുള്ളൂ. 10നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 10നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. 45 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താണ്? 90 ആണ്. 45 ഇൻറ്റു 2 90 ആണ്. അപ്പോൾ ബോഡ് മാസ് വഴി ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒറിജിനൽ പാറ്റേൺ. നമുക്ക് ചില സമയത്ത് അതല്ലാതെ ചെയ്താലും നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടും. പക്ഷെ അത് എല്ലായ്പ്പോഴും അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് ബോഡ് മാസ് ആണ്. അതായത് ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ നമ്മൾ അഡീഷൻ, പിന്നെ നമ്മൾ സബ്സ്ട്രാക്ഷൻ. ഇങ്ങനെ മാത്രമേ മാത്സിൽ ഏത് ക്വസ്റ്റ്യൻസ് ചെയ്താലും നമ്മൾ ചെയ്യാവുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ബോഡ് മാസിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഷോപ്കീപ്പർ സെൽസ് ആൻ ആർട്ടിക്കിൾ അറ്റ് 1500 with a profit of 25%. What is the cost price? See, profit and loss നമുക്ക് എക്സാമിനേഷൻ ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന പാറ്റേൺ. ഇവിടെ ഒരു ഷോപ്പ് കീപ്പർ 1500 രൂപയ്ക്ക് ഒരു ആർട്ടിക്കിൾ വിൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 1500 രൂപയ്ക്ക് ഒരു ആർട്ടിക്കിൾ വിൽക്കുകയാണ്. ആൻഡ് എത്ര പ്രോഫിറ്റ് കിട്ടി? 25% പ്രോഫിറ്റ് ആണ് അയാൾക്ക് കിട്ടിയത്. വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ്? എന്താണ് കോസ്റ്റ് പ്രൈസ് എന്നുള്ളതാണ് ചോദ്യം. എത്രയാണ് നമ്മളുടെ കോസ്റ്റ് പ്രൈസ്? ഇതാണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് വന്നു കഴിഞ്ഞാൽ പേഴ്സൻറ്റേജിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഏത് ഉത്തരം വേണമെങ്കിലും കിട്ടും. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ആദ്യത്തെ സെഷനിൽ നിങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നമ്പർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 100% കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഒരു നമ്പർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 100%. ഇനി ആ നമ്പറിൻ്റെ കാര്യത്തിൽ ആ നമ്പർ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കണം. നമ്പർ എപ്പോഴും 100% എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളിൽ നിന്ന് വാങ്ങുന്ന വിലയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു സാധനം വാങ്ങുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 500 രൂപയ്ക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് മേടിച്ചു. 500 രൂപയ്ക്ക് ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു. അതാണ് എൻ്റെ കോസ്റ്റ് പ്രൈസ്. ഞാൻ ഇത് നിങ്ങൾക്ക് വിൽക്കുകയാണ്. നിങ്ങൾക്ക് ഞാനത് 600 രൂപയ്ക്ക് വിറ്റു. 500 രൂപയ്ക്ക് അവിടെ നിന്ന് വാങ്ങിച്ച സാധനം ഞാൻ നിങ്ങൾക്ക് 600 രൂപയ്ക്ക് വിറ്റു. അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 600 രൂപയാണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഞാൻ മേടിച്ച വില, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വിറ്റത് സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് 600 രൂപയാണ്.
സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതായത് 600-ൽ നിന്ന് 500 രൂപ കുറച്ച് കഴിഞ്ഞപ്പോൾ 100 രൂപ എന്ന് പറയുന്ന പ്രോഫിറ്റ് കിട്ടി. അതായത് എനിക്ക് ആ ബിസിനസ്സിൽ നടന്ന ലാഭം എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇതാണ് നമ്മളുടെ ബേസിക് ലാഭവും നമ്മളുടെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഈ ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് ചോദിക്കത്തില്ല, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് അവിടെ നിന്ന് ചോദിക്കുന്നത് എത്ര ശതമാനം ലാഭമാണ് എനിക്ക് ഉണ്ടായത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഞാൻ 500 രൂപയ്ക്ക് മേടിച്ച ആരും ഈ ബുക്ക് മേടിക്കുന്നില്ല എന്ന് വിചാരിക്കാം. 500 രൂപയ്ക്ക് ഞാൻ മേടിച്ച ബുക്ക് ആരും മേടിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് 400 രൂപയ്ക്ക് ഈ ബുക്ക് വിറ്റു എന്ന് വിചാരിക്കാം. 500 രൂപയ്ക്ക് ഞാൻ മേടിച്ച പുസ്തകം നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു, ഞാൻ ആർക്കും വേണ്ട എന്നുള്ളപ്പോൾ ഞാൻ പിന്നെ 400 രൂപയ്ക്ക് വിറ്റു എന്ന് പറയാം. അപ്പം എനിക്ക് വന്ന നഷ്ടം എന്ന് പറയുന്നത് 100 രൂപ നഷ്ടമാണ് വന്നത്. കാരണം കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവാണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ, വാങ്ങിയ വിലയേക്കാൾ കുറവാണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ എനിക്ക് വന്നത് എന്താണ്? നഷ്ടമാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് അവിടെ വന്നിരിക്കുന്നത് ലോസ് എന്ന് പറയുന്നത് നഷ്ടമാണ് എന്നുള്ളതാണ് അവിടുത്തെ പാറ്റേൺ. അപ്പം വാങ്ങിയ വിലയിലേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നഷ്ടമാണ്, വാങ്ങിയ വിലയിൽ നിന്ന് കൂടിയ വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ ലാഭമാണ്. അപ്പം കോസ്റ്റ് പ്രൈസ് എല്ലായ്പ്പോഴും 100% ആയിരിക്കും. ഇതാണ് എനിക്കിവിടെ പഠിപ്പിക്കാനുള്ളത്. കോസ്റ്റ് പ്രൈസ് എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, അത് 100% ആയിരിക്കും. എല്ലായ്പ്പോഴും നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% ആണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 100% ആണ് നമ്മളുടെ കോസ്റ്റ് പ്രൈസ്. ഏത് സാഹചര്യത്തിലും കോസ്റ്റ് പ്രൈസ് 100% ആയിട്ട് മാത്രമേ വരികയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ് എന്ന് നോക്കാം. എ ഷോപ്പ് കീപ്പർ സെൽസ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹1,500. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ടോ? ഇല്ല. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,500 ആണ് എന്ന് പറഞ്ഞു. ഇത് 100%ആണോ? ഇത് 100% എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞത് എല്ലാ സമയത്തും കോസ്റ്റ് പ്രൈസ് 100% ആയിരിക്കും. ഇത് 100% എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം കോസ്റ്റ് പ്രൈസ് ആണ് 100%, സെല്ലിംഗ് പ്രൈസ് എത്രയാണ് എന്ന് നമുക്കറിയില്ല. ഓക്കെ, വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് എത്രയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞു 25% പ്രോഫിറ്റിലാണ് ഞങ്ങൾ വിറ്റത് എന്നുള്ള കാര്യം പറഞ്ഞു. 25% പ്രോഫിറ്റിലാണ് നമ്മൾ വിറ്റത്. അതായത് കോസ്റ്റ് പ്രൈസ് 100% നമ്മൾ പഠിച്ചു. ആണല്ലോ, ലാഭമാണല്ലോ. ലാഭമാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്താണ്? കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ലാഭമാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ 125% ഇവിടെ സെല്ലിംഗ് പ്രൈസ്. 125% ഇവിടെ സെല്ലിംഗ് പ്രൈസ്. എല്ലാ കണക്കിലും 125 സെല്ലിംഗ് പ്രൈസ് വരുവോളൂ എന്ന് പഠിക്കാൻ പറ്റൂ? ഇല്ല. ഈ ചോദ്യത്തിൽ 125 പക്ഷെ എല്ലാ കണക്കിലും കോസ്റ്റ് പ്രൈസ് 100% ആയിരിക്കും. നിങ്ങൾ ഏതൊക്കെ കണക്ക് ചെയ്താലും കോസ്റ്റ് പ്രൈസ് എല്ലായ്പ്പോഴും 100% ആയിരിക്കും. ഇനി ഈ കണക്കിൽ അടുത്ത കണക്കിൽ പറയുകയാണ് 70% ലാഭത്തിലാണ് വിട്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 170% ആയിരിക്കും. ഓക്കെ, ഇനി ഒരു കണക്കിൽ പറയാണ് 20% നഷ്ടത്തിലാണ് വിറ്റത് എന്ന് വിചാരിക്കാം. 20% നഷ്ടത്തിലാണ്. നഷ്ടം എന്ന് പറയുമ്പോൾ എന്താണ്? കോസ്റ്റ് പ്രൈസിൽ നിന്ന് കുറയ്ക്കുകയല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ വാങ്ങിയ വിലയിൽ നിന്ന് കുറച്ച് പറ്റി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാകുന്നത്. ഞാൻ 500 രൂപയുടെ ബുക്ക് വാങ്ങിയത് 300 രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നാൽ എനിക്ക് നഷ്ടമാണ് വന്നത്. അപ്പം നഷ്ടമാണ്, ലോസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പൊ 20% നഷ്ടത്തിലാണ് വിറ്റതെന്ന് പറഞ്ഞാൽ 80% ആയിരിക്കും എന്ത്? സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ കുറച്ചു. ആണല്ലോ. 40% നഷ്ടത്തിലാണെങ്കിൽ വിറ്റതെങ്കിൽ 60%. അതായത് 100-ൽ നിന്ന് 40 കുറച്ച് 60. കണ്ടോ? ഇങ്ങനെയാണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പൊ ഈ കണക്കിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പാറ്റേൺ എന്ന് പറയുന്നത്, ഈ കണക്കിൽ 1500 രൂപയിൽ 25% ആണല്ലോ. 1500 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. സോ 125% എന്ത്? ഈ പറയുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ 1500-ന്റെ 125% കണ്ടുപിടിച്ചാൽ നമുക്ക് 1% കിട്ടും. ഞാൻ 1% കണ്ടുപിടിക്കുന്ന കാര്യമാണ് പറഞ്ഞിരുന്നത്. 1% കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് പറഞ്ഞത്. 1% കണ്ടുപിടിക്കാൻ എത്ര രൂപയ്ക്കാണോ വിറ്റത്? 1500 രൂപയ്ക്കാണ് വിറ്റത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര? ഈ കണക്കിൽ 125%. 2000 രൂപയ്ക്കാണ് വിറ്റെങ്കിൽ 2000/125%. എത്ര രൂപയാണോ സെല്ലിംഗ് പ്രൈസ്, അതിനെ സെല്ലിംഗ് പ്രൈസിന്റെ പെർസെന്റേജ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന സംഖ്യകളെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1% എത്രയാണ് എന്നുള്ളത് കിട്ടും. 1% എത്രയാണെന്നുള്ളത് കിട്ടും. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. 1500-നെ 125 കൊണ്ട് നമ്മൾ ഹരിക്കുകയാണ്.
1500 125 കൊണ്ട് ഹരിക്കുകയാണ് ആണല്ലോ. സി 5ന്റെ പാറ്റേൺ ആണ് 5 300. ഡൗട്ടുള്ള കേസല്ല. 300 125 ഡിവൈഡഡ് ബൈ 5 5 2 10 2 5 25 എന്നുള്ള പാറ്റേൺ കിട്ടി ആണല്ലോ. 25 വീണ്ടും നമുക്ക് 5 കൊണ്ട് പോകാം. 5 60 വീണ്ടും നമുക്ക് പോവാം. 12. അതായത് 1% എന്ന് പറയുന്നത് 12 ആണ്. കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ 1% 12 എന്നുള്ള കാര്യം കിട്ടി. 1% കിട്ടിയോളൂ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്താലും ഏതൊക്കെ പാറ്റേൺ ചോദ്യം ചെയ്താലും എല്ലായ്പ്പോഴും കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100%. അപ്പോൾ 1% കിട്ടി 12 ആണ്. 100% എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ ഒന്നിനെ 100 ആക്കാൻ വേണ്ടി 100% 100 ആക്കാൻ വേണ്ടി 2 പൂജ്യം ഇട്ട് കൊടുത്തു. ഇവിടെ എന്തോ ചെയ്തോ അവിടെ ഇത് ഇവിടെയും ചെയ്യണം. 1200 കണ്ടോ? 100%. ഇനി 10% ആക്കണമായിരുന്നെങ്കിലോ 10% ഒരു പൂജ്യം ഇട്ട് കൊടുത്തു. സോ ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുത്തു. 120. നമ്മൾക്ക് 100% കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100% 1200. ഓപ്ഷൻസ് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാം. സോ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യനും വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ് പ്രത്യേകത. ബേസിക് കോൺസെപ്റ്റുകൾ മാത്രം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പാറ്റേൺ. നമ്മൾ പറഞ്ഞു കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് എല്ലായ്പ്പോഴും 100% എന്നുള്ളതാണ്. 100% കോൺസെപ്റ്റ് എന്ന് പറയുന്ന ബേസിക് കോസ്റ്റ് പ്രൈസ് എല്ലായ്പ്പോഴും 100%. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കുന്ന വിലയാണ്. കോസ്റ്റ് പ്രൈസിനേക്കാൾ മുകളിലാണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ അത് ലാഭമായിരിക്കും. കോസ്റ്റ് പ്രൈസിനേക്കാൾ താഴെയാണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ അത് നഷ്ടമായിരിക്കും. നഷ്ടമാണെങ്കിൽ മൈനസ് ചെയ്യുക, ലാഭമാണെങ്കിൽ പ്ലസ് ചെയ്യുക. നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. നമുക്ക് അടുത്തൊരു പാറ്റേണിലേക്ക് പോകാം. റേഷ്യോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പാറ്റേൺ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ സെഷനിൽ റേഷ്യോ എളുപ്പത്തിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. അടുത്ത നമുക്ക് റീസണിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യം. റീസണിങ്ങിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മാത്സ് വീക്ക് ആണെങ്കിൽ, GK വീക്ക് ആണെങ്കിൽ റീസണിങ് നിങ്ങൾക്ക് 25ൽ 25 പഠിക്കാൻ സാധിക്കുന്ന ഒന്നാണ് റീസണിങ്. റീസണിങ്ങിന്റെ പ്രത്യേകത 25ൽ 25 നമുക്ക് വന്നു ചേരുന്ന ഒരു പാറ്റേൺ ആണ് റീസണിങ് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. സോ 3, 8, 15, 24, 35 ഇങ്ങനെയാണല്ലോ നമ്മളുടെ ചോദ്യങ്ങൾ പോകുന്നത്. 3, 8, 15, 24, 35 എന്താണ് ഈ പരിപാടി? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ചെയ്യേണ്ട പാറ്റേൺ എന്താണ്? ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്. റിലേഷൻ റീസണിങ്ങിൽ എപ്പോഴും ഒരു റിലേഷൻ കാണും. റിലേഷൻ എപ്പോഴും കാണും. 3ഉം 8ഉം തമ്മിലുള്ള ബന്ധം എന്താണ് നോക്കാം? 5 3ഉം 8ഉം തമ്മിലുള്ള ബന്ധം 5 ആണല്ലോ. 8ഉം 15ഉം തമ്മിലുള്ള ബന്ധം എന്താ? 7 8ൽ നിന്ന് 7 കൂട്ടിയാലല്ലേ 15 ആവുന്നത്. 15ഉം 24ഉം തമ്മിലുള്ള ബന്ധം എന്താ? 9. ഇതെങ്ങനെ മനസ്സിലായി? 24ൽ നിന്ന് 15 ഒന്ന് കുറച്ച് നോക്കിയേ. 24ൽ നിന്ന് 15, 4ൽ നിന്ന് 5 പോതില്ല. നമ്മൾ അപ്പുറത്ത് നിന്ന് പറഞ്ഞാൽ കടമെടുത്ത് 14 14ൽ നിന്ന് 5 പോയ 9. 9 കേട്ടോ. 24ഉം 35ഉം തമ്മിലുള്ള ബന്ധം എന്താ? സ്വാഭാവികമായി 5ഉം 7ഉം 9ഉം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെയ്തു നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാം ഇവിടെ 2 കൂടി വരുന്നു, ഇവിടെ പിന്നെയും 2 കൂടി വരുന്നു. അടുത്തത് എന്തായിരിക്കും? 11 ആയിരിക്കും എന്നുള്ളത്. വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ നോക്കാം. ഇനി 11 അല്ലെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. 35 മൈനസ് 24, 5ൽ നിന്ന് 4 പോയ 1, 3ൽ നിന്ന് 11 കണ്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ അടുത്ത നമ്പർ എത്ര ആയിരിക്കും? 5, 5ൽ നിന്ന് 2 കൂടി 7 7ൽ നിന്ന് 2 കൂടി 9 9ൽ നിന്ന് 2 കൂടി 11 അപ്പോൾ ഇനി സ്വാഭാവികമായും 2 കൂടുകയല്ലേ. 2 കൂടുമ്പോൾ അതായത് 13ാമത്തെ നമ്പറാണ് കൂടുന്നത്. 35ൽ നിന്ന് 13ാമത്തെ നമ്പർ എന്തായിരിക്കുമോ അതായിരിക്കും ആൻസർ. 35 പ്ലസ് 13. 5ൽ നിന്ന് 3 കൂടിയാൽ 8, 3ൽ നിന്ന് 1 കൂടിയാൽ 48 കണ്ടോ. 48 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് പോയി. സോ 48 എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്ന ആൻസറിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ. സോ എളുപ്പത്തിൽ നമുക്ക് ഈ ആൽഫബറ്റിക് കോഡിങ്സ് വഴി ആൻസേഴ്സ് വെക്കാം. അടുത്ത നമുക്കൊരു ചോദ്യം നോക്കാം. ടേബിൾ ഈസ് കോഡഡ് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ സെഷനിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. റീസണിംഗിൽ ആൽഫബറ്റിക് കോഡിങ്സിന്റെ പ്രത്യേകത 26 നമ്പറിന്റെയും ഇജോട്ടി എന്ന് പറയുന്ന കോഡ് വെച്ച് പഠിക്കുന്ന പാറ്റേൺ. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡ് വൺ ഔട്ട് ആണ്.
തന്നിരിക്കുന്ന പാറ്റേണിനകത്ത് ഏതാണ് ഓഡ് വൺ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓഡ് വൺ എന്ന് പറഞ്ഞാൽ ഒറ്റയെ കണ്ടെത്തുക എന്ന് പറയുന്ന പാറ്റേൺ. തന്നിരിക്കുന്ന പാറ്റേണിൽ ഒറ്റയാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ക്യൂബ് ഉണ്ട്. സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ക്യൂബ് ഉണ്ട് എന്നാണ് പ്രത്യേകത. സി, സർക്കിള് നമ്മൾ സാധാരണഗതിയിൽ വരയ്ക്കുന്ന ഒരു പാറ്റേണാണ് സർക്കിൾ. ഒരു പേപ്പറിൽ നമ്മൾ ചുമ്മാ ഒരു വട്ടം ഇട്ട് വരയ്ക്കുന്നതാണ് സർക്കിൾ. ട്രയാങ്കിൾ, സ്ക്വയർ സെറ്റാണ്. ക്യൂബ് വരയ്ക്കാൻ പറ്റുമോ? ക്യൂബ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് ആണല്ലോ. കാരണം എന്താ? ഇതെല്ലാം നമുക്ക് 2 ഡയമെൻഷനുകളിൽ വരയ്ക്കാൻ സാധിക്കുന്ന ഒന്നാണ്. 2 ഡയമെൻഷനൽ ഫിഗേഴ്സ് ആണ് ഇത് എന്ന് പറഞ്ഞാൽ. എന്നാൽ ക്യൂബ് വരയ്ക്കാൻ നമുക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ വരച്ച് ഇങ്ങനെയൊക്കെയാണ് ക്യൂബ് കൊണ്ടുവരുന്നത്. കണ്ടോ, പാറ്റേൺ വന്നു നിൽക്കുന്നത് കണ്ടോ, 3 ഡയമെൻഷനുകളിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ ഇതെല്ലാം 2 ഡയമെൻഷനിൽ നമുക്ക് സിമ്പിളായി വരയ്ക്കാൻ പറ്റുന്ന ഒന്നാണ്. ക്യൂബ് എന്ന് പറയുന്നത് 3 ഡയമെൻഷനിൽ വരുന്ന പാറ്റേൺ ആണ്. അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് ഒറ്റ ഏതാണ് എന്നുള്ളതാണല്ലോ ചോദ്യം. ക്യൂബും ട്രയാങ്കിളും സ്ക്വയറും സർക്കിളും വന്നപ്പോൾ ഈ തന്നിരിക്കുന്ന പാറ്റേണിനകത്ത് വ്യത്യസ്തത കീപ്പ് ചെയ്യുന്ന നമ്പർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ വ്യത്യസ്തത കീപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ക്യൂബാണ്. സോ ഒറ്റയാണെന്ന് പറയുന്നത് ക്യൂബാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ മറ്റു ഓപ്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമായ എന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് റീസണിങ്ങിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഓഡ് വൺ ഔട്ട് ആയിരിക്കും. അത് പല രീതിയിൽ വേണമെങ്കിൽ റീസണിങ് എന്ന് പറയുന്ന പാറ്റേൺ മിക്സ് ഓഫ് GK ആയിരിക്കും. GKയുടെ മിക്സ് ആയിരിക്കും, മാത്സിന്റെ മിക്സ് ആയിരിക്കും. ഇപ്പൊ ഇതിപ്പോൾ മാത്സിൽ നിന്ന് ജോമെട്രിയിൽ നിന്ന് വന്നൊരു ബേസിക് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. ഇനി ചിലപ്പോൾ നമ്മളോട് GKയിൽ 4 ക്യാപിറ്റലുകളിൽ 3 ക്യാപിറ്റൽ സിറ്റീസ് തരും, 3 സ്റ്റേറ്റുകളുടെ ക്യാപിറ്റൽ സിറ്റീസ് തരും. ആൻഡ് ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ത് അത് ക്യാപിറ്റൽ സിറ്റി അല്ല, ബാക്കിയെല്ലാം ക്യാപിറ്റൽ സിറ്റിയാണ്, അതായിരിക്കണം ഓഡ് വൺ ഔട്ട്. തന്നിരിക്കുന്നതിനകത്ത് ഓഡ് വൺ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ തന്നിരിക്കുന്നതിൽ സെറ്റ് ആവാത്ത ഏതാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ കൃത്യമായി അവിടെ ഫോളോ ചെയ്യുന്നത്. സോ ഡു ഫോളോ, ഡു സ്റ്റഡി ദിസ് പാറ്റേൺ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.